ഹായ്, ഇന്ന് നമുക്കൊരു ഉപ്പുമാങ്ങയുടെ കറി ഉണ്ടാക്കിയാലോ. ഇത് നമുക്ക് തൊട്ട് കൂട്ടാനൊക്കെ പറ്റുന്ന ഒരു ടൈപ്പ് കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല പുളിയുള്ള മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇവിടെ 6 മാങ്ങയോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കാന്താരിമുളകും കൂടി ഇട്ടിട്ടുള്ള ഉപ്പുമാങ്ങയാണിത്. അപ്പോൾ ഉപ്പുമാങ്ങയിലേക്ക് നന്നായിട്ട് ഈ എരിവ് പിടിച്ചിട്ടുള്ള ഉപ്പുമാങ്ങയാണിത്. അപ്പോൾ ഈ ഉപ്പുമാങ്ങയിൽ എരിവ് പിടിച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഈ മുഴുവൻ കാന്താരി യൂസ് ചെയ്യുന്നില്ല, കുറച്ച് കാന്താരി മാത്രമാണ് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മളെ മാങ്ങ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഉച്ചത്തെ കറിയൊക്കെ കഴിഞ്ഞ് രാത്രിക്ക് പെട്ടെന്ന് കറിയില്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തൊടുകറിയായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന 5 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അപ്പോൾ നമുക്ക് നമ്മളെ മാങ്ങ എല്ലാം ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 3-4 കാന്താരി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കാന്താരി ഇടാത്ത വെറും ഉപ്പുമാങ്ങ ഉള്ളത് വെച്ചെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. നമുക്ക് എന്താ വെച്ചാൽ വറ്റൽമുളക് യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ ഒരു വറ്റൽമുളക് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. എന്താ വെച്ചാൽ ഓൾറെഡി എരിവുള്ളത് കൊണ്ട് നിങ്ങൾക്ക് കാന്താരി മുളക് ഇല്ലെങ്കിൽ 3-4 വറ്റൽമുളക് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ആവശ്യം വേണ്ട തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ വെള്ളം, സാധാ വെള്ളമാണിത്, ഉപ്പ് വെള്ളം എന്നല്ല. ഇത് നമുക്ക് ഈ പരുവത്തിൽ നമുക്ക് അരച്ച് കിട്ടണം അതിനെ. ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു താളിപ്പ് തയ്യാറാക്കണം. നമ്മൾ ഈ കൂട്ടുണ്ടല്ലോ, ഈ കൂട്ട് നമ്മൾ പിന്നെ വേവിക്കുന്നില്ല. നമ്മൾ ഈ താളിപ്പ് റെഡിയായിട്ട് അത് ഇതിലോട്ട് ഒഴിക്കുക ചെയ്യുള്ളൂ. ഇതിനെ നമ്മൾ ബോയിൽ ചെയ്യുന്നില്ല. അപ്പം അതാണ് പറഞ്ഞത്, ഇത് ഏറ്റവും സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു തൊടുകറിയാണിത്. പെട്ടെന്ന് കറിയൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് മാങ്ങ അതേപോലെ ഉപ്പിലൊക്കെ ഇട്ട് വെച്ചാൽ മതി. അപ്പം നമ്മളുടെ താളിപ്പിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് കടുക്, വറ്റൽമുളക്, വേപ്പില ഒക്കെ ഇട്ടിട്ട് നമുക്ക് താളിപ്പ് റെഡിയാക്കിയിട്ട് നമ്മളെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. താളിപ്പ് നമ്മളെ കറിയിലോട്ട് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ അരച്ച കൂട്ട് നമ്മൾ വേവിക്കണില്ല. അപ്പം നമ്മളെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴയ കാലത്തുള്ളൊരു രുചി ഓർമ്മയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത മാങ്ങ സീസണിൽ എല്ലാവരും ഇതേപോലെ ഉപ്പിലിട്ട് വെച്ചിട്ട് നമുക്ക് വർഷകാലത്തൊക്കെ ഇതുപോലെ ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. Thank you.